ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയാനാണ്. ഇത് ഒരാളുടെ ചോദ്യമല്ല, ഒരുപാട് പേര് എന്നും പല രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഞങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഇല്ല. അപ്പം ഞാൻ പറയും ജപിക്കൂ കേട്ടോ. ജപം ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ദൈവത്തിലേക്ക് എടുക്കാനുള്ള ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് ജപമാണ് എന്ന് പറയും. പറയും സ്വാമി പറയുന്നതിനേക്കാളും മുൻപ് തൊട്ട് ഞങ്ങൾ ജപിക്കുന്നുണ്ട്. ലളിത സഹസ്രനാമ പുഷ്പാഞ്ജലി ലളിത സഹസ്രനാമം ജപിക്കാറുണ്ട്. ശ്രീകൃഷ്ണ എൻ്റെ അടുത്ത് ഗുരുവായൂർ നിത്യവും ഗുരുവായൂർ പോകാറുണ്ട്. ശ്രീകൃഷ്ണനെ ഭജിക്കാറുണ്ട്. ശ്രീകൃഷ്ണനെ ഉപാസന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് പോലും ഞങ്ങൾക്കൊരു മാറ്റഗതി കാണുന്നില്ല. ഇതൊരാളിലല്ല കേട്ടോ, പലരുടെയും ചോദ്യത്തിന് മറുചോദ്യമാണ് ഇതിന് ഏറ്റവും വലിയ ഉത്തരവ്. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അധിപൻ, അതായത് ഞങ്ങൾ കാരകൻ എന്ന് പറയാം. പണത്തിൻ്റെ കാരകൻ മഹാവിഷ്ണുവാണ് അല്ലേ, ഒരുവിധം എല്ലാവർക്കും അറിയാം. അത് കാരണം ഒരുവിധം എല്ലാവരും വ്യാഴം പ്രസാദിക്കാൻ വേണ്ടി പല വഴിപാടുകളും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ജപിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്വാമിയുടെ തത്വങ്ങളനുസരിച്ച് നിങ്ങൾ ജീവിച്ചിട്ടില്ല, അല്ലെങ്കിൽ തത്വങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സത്യം. അത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പകുതി തീരും. അതായത് എന്തെന്നാൽ നമുക്ക് ഈ മഹാവിഷ്ണു, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പണത്തിൻ്റെ കാരകം, അതായത് അധീപൻ മഹാവിഷ്ണുവാണ്. ഈ മഹാവിഷ്ണു നമ്മളിലൊരാളായി ശ്രീകൃഷ്ണൻ ഭഗവാനായി അവതരിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ കാണിച്ചു തന്നു. നമുക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ മറുചോദ്യം, അല്ലെങ്കിൽ അതിനുള്ള മറുപടി. മനസ്സിലായ? അതായത് നമുക്ക് ഈ മഹാഭാരതം, രാമായണം, ഖുർആൻ, ബൈബിള് എന്നിങ്ങനെ ഒരു മഹത്തായ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇതിലുള്ള കാര്യങ്ങളൊക്കെ നല്ലതുകൊണ്ട് മോശമായിട്ടുള്ളതുണ്ട്. മോശമായിട്ടുള്ളത് മുഴുവൻ മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം. മോശ കാര്യങ്ങൾ വന്നാൽ നമ്മൾക്കത് എങ്ങനെ അതിനെ പ്രതികരിച്ച് നമുക്ക് മുന്നേറണം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണത്. പലരും പറയും മഹാഭാരതത്തിലെ മുഴുവൻ യുദ്ധമാണ്. ആ യുദ്ധം എന്തുകൊണ്ട് വന്നു, എങ്ങനെ യുദ്ധം ഇല്ലാണ്ടാക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമാണത്. പാർട്ട് ഓഫ് ലൈഫാണത്. അത് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അതുപോലെ തന്നെ പണത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാഭാരതത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ശ്രീകൃഷ്ണ ഭഗവാൻ, അതായത് മഹാവിഷ്ണു ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് നമ്മളിലൊരാളായി മനുഷ്യനായി ജനിച്ചു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അടുത്ത വ്യക്തികൾ പഞ്ചപാണ്ഡവരായിരുന്നു അല്ലേ, എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ പഞ്ചപാണ്ഡവരിൽ ഏറ്റവും പ്രധാനമായിരുന്നു അർജുനൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. പിന്നെ ദ്രൗപദി, ആ ദ്രൗപദി ചോദിച്ച എന്തും കൊടുക്കുന്നൊരു വ്യക്തിത്വമായിരുന്നു. അത്രയ്ക്കും ഒരു പെങ്ങളെക്കാളും ഉപരിയായിരുന്നു ദ്രൗപദി. പിന്നെ കുന്തി അമ്മയും. അപ്പോൾ അമ്മയ്ക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ അമ്മയ്ക്ക് കാളിയുടെ ഒരു അതൊക്കെ കൊടുത്തിട്ടുള്ള ചരിത്രങ്ങളാണ്, ഞാൻ അതിരിക്കുന്നല്ല വരുന്നത്. അപ്പോൾ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അതായത് ഇവർ ചൂതൊക്കെ കളിച്ച് വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കാട്ടിൽ അഭയം തേടേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വന്നു. കാട്ടിൽ അഭയം തേടി വന്യമൃഗങ്ങളുടെ സംരക്ഷിക്കുക, അവരുടെ ആ വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണമെങ്കിൽ ശ്രീകൃഷ്ണന് സാധിക്കുമായിരുന്നു. ശ്രീകൃഷ്ണൻ അന്ന് ആരായിരുന്നു? മധുരയുടെ മഹാരാജാവായിരുന്നു. അദ്ദേഹത്തിന് എന്താ പറ്റില്ല? എൻ്റെ ഔട്ട് ഹൗസിൽ താമസിച്ചോളം പറയാൻ പറ്റില്ലേ? അല്ല, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നു. അവർ അന്നത്തിന് വരെ വകയില്ലാതിരുന്ന
ഒരു സമയം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വരെ നിവൃത്തിയില്ലാണ്ട് ഭിക്ഷ തേണ്ടിയാൽ പോലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ശ്രീകൃഷ്ണനെ ഭജിക്കാണ്ട് സൂര്യമഹാദേവനെ ഭജിച്ചിട്ടാണ് അക്ഷയപാത്രം നേടിയത്. ആര്? ദ്രൗപദി. പ്രിയപ്പെട്ടവളാണെന്ന് ആലോചിക്കണം. ദ്രൗപദിയുടെ പല കാര്യങ്ങളിലും ശ്രീകൃഷ്ണൻ ഇടപെട്ടിട്ടുണ്ട്. വസ്ത്രാക്ഷേപത്തിലൊക്കെ വന്ന ആളെ ഇടപെട്ടിട്ടുണ്ട്. അവരുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ആളെ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, ധനത്തിൻ്റെ പ്രശ്നം വന്നു, അതായത് സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അപ്പം നമ്മൾ അത് തിരിഞ്ഞു നോക്കിയില്ല എന്നിരിക്കുന്നത് അദ്ദേഹത്തിന് നഷ്ടം വരുന്ന എഴുതിയിട്ടാണോ? അല്ല, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പണ്ടോ പൂർവികന്മാരായിട്ടോ അല്ലെങ്കിൽ നമ്മളായിട്ടോ ഒക്കെ കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിലോ തന്നെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരു കാലഘട്ടമുണ്ട്. മഹാശിവൻ ഭിക്ഷ എടുക്കാൻ പോയിട്ടില്ലേ? അപ്പോൾ അതൊരു കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മൾ ഭിക്ഷ തന്നെ എടുക്കണം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം നമ്മൾ കുറേ കാര്യങ്ങളും നമുക്ക് അനുഭവങ്ങൾ തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ സമയത്ത് നമ്മളത് അതിന് പ്രകാരം സ്വാമിനെ ഭജിച്ച് മുന്നേറി പോയി വേണ്ടിയിരിക്കുമ്പോൾ അവസാനം നമുക്ക് എന്ത് കിട്ടും? സമ്പത്തും സൗഭാഗ്യം ഐശ്വര്യം കാര്യങ്ങളൊക്കെ കിട്ടും. മനസ്സിലായ? ഇതിൻ്റെ കാലഘട്ടത്തിൽ അതാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയണേ. നമുക്കിപ്പോൾ വന്നാലും ധനം വന്നാലും വന്നില്ലെങ്കിലും കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും ഭഗവാനെ സ്മരിക്കുക. അതേത് ഭഗവാൻ എന്ന് ഞാൻ പറയുന്നില്ല. ലാലു ദേവസ്ഥാനം കരിങ്കുട്ടി സ്വാമി എന്നൊന്നും ഞാൻ പറയാറില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂർത്തി, നിങ്ങൾ വിശ്വസിക്കുന്ന മൂർത്തി തന്നെ വിചാരിക്കുക. ലാലൂര് ദേവസ്ഥാനത്ത് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെങ്കിൽ ലാലൂര് ദേവസ്ഥാന മൂർത്തികളെ വിളിക്കണം എന്ന് മാത്രം ഞാൻ പറയണത്. മനസ്സിലായ? അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ലോട്ടറി അടിച്ചു തരില്ലൊന്നും സ്വാമിയുടെ പണിയല്ല. നമുക്ക് അവസരങ്ങൾ ഒരുക്കി തരാനുള്ളതാണ്. നമുക്ക് വല്ല പ്രശ്നങ്ങളുണ്ടോ, ആ പ്രശ്നങ്ങൾക്ക് ഒരു കാഠിന്യം കുറയ്ക്കാനാണ് ഭഗവാന്റെ സഹായം നമുക്ക് ലഭിക്കുക. അത് മനസ്സിലാക്കി എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ജപം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 101% ഗുണമുണ്ടാവുമെന്ന് മാത്രമേ എനിക്ക് പറയാനാവൂ. മനസ്സിലായ? ഞാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു കർമ്മങ്ങൾക്കായിട്ട് 1 രൂപ തന്നിട്ടുണ്ടെങ്കിൽ 1 രൂപയ്ക്ക് 1 രൂപ 1 പൈസ കണക്കിൽ ഞാൻ അത്രയ്ക്കും വിട്ടുവീഴ്ചയില്ലാണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കർമ്മം ചെയ്യും. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? കർമ്മങ്ങൾ ചെയ്ത് നിങ്ങളെ സ്വാമിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ കൃത്യമായിട്ട് എന്നെ കൊണ്ട് ചെയ്തു വരാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരുന്നുണ്ട്. അതിലൊന്നും വിട്ടുവീഴ്ചകളില്ല. അല്ലാണ്ട് സ്വാമിയോട് പറഞ്ഞ് കാശുണ്ടാക്കി തരാനൊക്കെ എനിക്ക് പറ്റുമോ? അത്രയ്ക്കും ദൈവത്തിലേക്ക് ഞാൻ ദൈവമൊന്നായിട്ടില്ലല്ലോ. ഞാനും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാനും നിങ്ങളെപ്പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളൊക്കെ മുന്നേ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അത്ര തന്നെ. എല്ലാവർക്കും ലാലൂര് ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നല്ലത് വരട്ടെ. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം.